ഞങ്ങളങ്ങനെ ലവ് ലേക്കിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിന്ന് ലവ് ലേക്കിലാണോ ജബൽ ചേസിലാണോ എവിടെയാണ് ക്യാമ്പിംഗ് എന്ന് തീരുമാനിച്ചിട്ടില്ല. നമ്മൾ പോണ പോലെ ഇരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം ക്യാമ്പിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് നന്ദുവാണ് എക്സൈറ്റഡ്. കുറേ നാളായി നന്ദുവിന് പോണം എന്ന് പറയണത്. അപ്പോൾ നമ്മൾ എവിടെ ക്യാമ്പിങ്ങിന് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. കുട്ടി അങ്ങനെ ജാക്കിനെ ഞങ്ങൾ റെഡിയാക്കി. അതേപോലെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. വെള്ളം, അതേപോലെ ചൂടുവെള്ളം ഫ്ലാസ്കിലെടുത്തു. അതേപോലെ കമ്പിളി പുതപ്പ്, പിന്നെ എന്താ പറയുക, ഗ്യാസ് അടുപ്പ്, പിന്നെ പായ, ടെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ക്യാമ്പിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് പോകുന്നത് അൽക്കുദ്രയിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ലവ് ലേക്കിലേക്ക് പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് 4 പ്ലേസ് ഒരേപോലെ ഒരേ വഴിക്ക് തന്നെയാണ് കേട്ടോ. അൽക്കുദ്ര ലേക്ക്, അതേപോലെ ഫ്ലെമിംഗോ ലേക്ക്, എക്സ്പോ ലേക്ക്, എനിക്ക് തോന്നുന്നു എക്സ്പോ ലേക്കും ഇതും സെയിം തന്നെയാണ് തോന്നുന്നത്, ലവ് ലേക്കും. അതേപോലെ അൽമർമം എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടിയുണ്ട്. അവിടെ മാന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ 0 ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല, എവിടെയും ഇല്ല. അതേപോലെ ക്യാമ്പിങ് ചെയ്യാനും 1 ഡേ സ്പെൻഡ് ചെയ്യാനും ബെസ്റ്റായിട്ടുള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ നല്ല ക്ലൈമറ്റുള്ള സമയമാണെങ്കിൽ, തണുപ്പ് വരുന്ന ആ സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് 1 ഡേ പിള്ളേരെയും കൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുദ്ര ലേക്കിലൊക്കെ എല്ലാവരും ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു രാത്രി താമസിക്കാറ് കുറവാണെന്ന് തോന്നുന്നു. കാരണം അവിടെ ബാത്റൂം ഫെസിലിറ്റീസൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവിടെ പാർക്ക് ഏരിയയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ക്യാമ്പ് ചെയ്യുന്ന ഇപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളിലൊന്നും എല്ലാവരും ടെൻ്റൊക്കെ കെട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകാനുള്ള പോലെയാണെന്ന് തോന്നുന്നു. ബാത്റൂം ഫെസിലിറ്റീസൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് പോകുമ്പോൾ നല്ല രസമാണ്. ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ആ ഒരു ഫീൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു രസമാണ് കാണാനായിട്ട്. പിള്ളേർക്കൊക്കെ മസ്റ്റ് വിസിറ്റ് ആട്ടോ. 1 ഡേ നമുക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഷോപ്സൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ജംഗ്ഷനിൽ മാത്രമാട്ടോ നമ്മൾ ഷോപ്സൊക്കെ കണ്ടിട്ടുള്ളത്. കുദ്ര ലേക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ലവ് ലേക്കിലോട്ട് പോകുന്ന ആ ഒരു പ്ലേസിൽ മാത്രമാണ് നമ്മൾ ഇത് കണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു കോഫി ഷോപ്പ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ അവിടെ പബ്ലിക്കായിട്ടുള്ള ഷോപ്സോ കഫ്തേരിയോ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. പാലയിന് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കുറേ എന്താ പറയുക, പോകുന്ന സമയത്തുള്ള ആ റെസ്റ്റോറൻറ്റും കഫ്തേരിയകളും മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് നമ്മൾ നേരത്തെ തന്നെ കരുതണം. കാരണം ക്യാമ്പിങ്ങിന് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്ത് പോകാമെന്ന് വെച്ചാൽ നല്ല ഇരുട്ടായിരിക്കും. ഒന്ന് ഡെസേർട്ടിൻ്റെ ഉള്ളേരിയ ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. റോഡൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ രാത്രിയുള്ള ഡ്രൈവിങ്ങിൽ. അപ്പോൾ ജാക്കിയും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവനും ഈ പറഞ്ഞ പോലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടിരുന്നു. അരണ്യങ്ങളും അതേപോലെ ഫ്ലെമിംഗോ അതെല്ലാം പിള്ളേർക്കും നല്ല ഇഷ്ടമായിട്ടോ ശരിക്കും. അപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങനെ അവസാനം നമ്മൾ ലവ് ലേക്കിലെത്തി. നമ്മൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഇവിടെ നിന്ന് ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പോകുവാണെങ്കിൽ നമുക്ക് 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സ്പോട്ടാണ് ഈ 4 ഏരിയകളും കേട്ടോ. അപ്പോൾ അധികം ചൂടും തണുപ്പും ഒന്നും ഇല്ലാത്ത ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേർക്കായാലും വലിയവർക്കായാലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മസ്റ്റ് വിസിറ്റ് ആയിട്ടൊന്ന് പോകുക തന്നെ വേണം കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് നാളായി ഇവിടെ പോകണമെന്ന് കരുതിയിട്ട് ഇപ്പോഴാണ് നമുക്കത് പറ്റിയത്. അപ്പോൾ നന്ദുവിന് എപ്പോഴും നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ക്യാമ്പിങ്ങിന് പോകണമെന്ന്. അപ്പോൾ നമുക്ക് ഇത്രയും നാളിവിടെ നിന്നിട്ടും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അതും കൂടി ഉണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും എന്തായിരിക്കും നൈറ്റ് സ്റ്റേ ചെയ്യുമ്പോഴത്തേക്കും എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ നമ്മൾ അവിടെ നിന്നെടുത്തു. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗി
ഭംഗിയുണ്ട്. നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ കുറേ ഈ പോണ്ടിലൊക്കെ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചൂണ്ടിട്ട് പിടിക്കാനോ അങ്ങനെയൊന്നുമില്ല, എല്ലാം വളർത്തും മത്സ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ വന്നത് കൂടുതലും ബാർബിക്യൂ ചെയ്യാനും അങ്ങനെയുള്ളതിനൊക്കെ ആയിട്ടാണ് കൂടുതൽ ക്യാമ്പ് ചെയ്യാനും ഒക്കെയാണ്. അപ്പോൾ ഹസ്ബൻഡും പിള്ളേരും എല്ലാവരും കൂടിയിട്ടാണ് ടെൻ്റെല്ലാം റെഡിയാക്കി. ഞാൻ അപ്പോഴത്തേക്കും മസാല ചായ ഉണ്ടാക്കാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അത് കാരണം തന്നെ നമ്മൾ വെജ് സാൻഡ്വിച്ചും അതേപോലെ ചായ ഉണ്ടാക്കിയിട്ട് ആദ്യം കുടിച്ചു, ടെൻ്റെല്ലാം റെഡിയാക്കി. അപ്പോൾ മോള് ഇരുന്നിട്ടാട്ടോ പിന്നെ സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കിയത്. കാരണം എനിക്ക് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എനിക്കും നന്ദുവിനും സുഖം ഉണ്ടായിരുന്നില്ല ശരിക്കും. മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ വേഗം കയറിയിരുന്നു. അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അധികം അങ്ങോട്ട് തണുപ്പ് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പായൊക്കെ മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകണം, ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇടാനായാലും പുറത്തായാലും. കാരണം രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും അടിപൊളി തണുപ്പാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന മാതിരിയല്ല, ഭയങ്കരമായിട്ട് തണുപ്പ് വരും. അപ്പോൾ അതിനുള്ള എല്ലാ കമ്പിളിപ്പുതപ്പും ഗ്ലൗസ് അതേപോലെ സോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും കരുതുക കേട്ടോ. പിന്നെ ഫ്ലാസ്കിൽ ചൂടുവെള്ളം കരുതുവാണെങ്കിലൊക്കെ തന്നെ നല്ലതാണ്. കാരണം പിന്നെ നമുക്കൊരു രാത്രി ഒരു ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് കുടിക്കാനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വേറെ അടുത്ത് ഷോപ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളതെല്ലാം കരുതുക. വെള്ളം കൈ കഴുകാനും അതിനൊക്കെ. കാരണം ബാത്റൂം ഒരിത്തിരിയും കൂടി ദൂരെയാണ്. അപ്പോൾ കൈ കഴുകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് നടക്കണം എന്ന് മാത്രം. നമ്മളെടുത്ത ക്യാമ്പിംഗ് ഏരിയയിൽ ലവ് ലേക്കിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്യാമ്പിംഗ് ഏരിയയിലാണ്. രാത്രിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും കൂടി പാട്ടും ഡാൻസും ഒക്കെ അടിച്ച് പൊളിച്ച് എല്ലാ ഫാമിലീസൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കും എന്താ പറയുക എല്ലാവരും കൂടി ആകുമ്പോൾ നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ നമുക്ക് ക്യാമ്പിങ്ങിന്. അപ്പോൾ നമ്മൾ വെളുപ്പിനെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ ജാക്കിയും കൂടുതൽ തണുപ്പാകുമ്പോൾ എന്തെങ്കിലും ആയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് അങ്ങോട്ട് കുറേ നേരമായിട്ട് എന്താണ് നല്ല വെളുക്കുന്ന വരെ ഇരുന്നില്ല. വെളുപ്പാൻ കാലത്ത് തന്നെ നമ്മൾ അവിടെ നിന്ന് വന്ന് വരുന്ന വഴിക്കാണ് നമ്മൾ ചായയൊക്കെ കുടിച്ചത്. പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയിരുന്നു ചായക്കൊക്കെ. പക്ഷേ അതിനൊന്നും നമ്മൾ ഇരുന്നില്ല. ഇരുട്ട് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു. ഹസ്ബൻഡായാലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇരുന്നില്ല. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും പിള്ളേർക്ക് മാഗി അതേപോലെ തന്നെ എന്താ പറയുക എഗ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി. അതെല്ലാം മോള് തന്നെ കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് അതേപോലെ ചെറിയൊരു ബാറ്ററി ലൈറ്റ് അതൊക്കെ കരുതുക ക്യാമ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്യാമ്പിങ് വിശേഷങ്ങൾ. അപ്പോൾ അധികം നമുക്ക് ചിലവില്ലാണ്ട് തന്നെ ഇങ്ങനെ ഒരു രാത്രി പോയി സ്റ്റേ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നന്ദുവിനും എനിക്കൊക്കെ നല്ല സന്തോഷമായി, അടിപൊളിയായിട്ട്. എന്താ പറയുക, ഇവന് ജാക്കി ആയാലും അതെ, അവനും ബഹളങ്ങളൊന്നും ഉണ്ടാക്കില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മൾ 4 പേരും കൂടി കിടക്കുന്ന ആ ഒരു രീതിക്കുള്ള ഒരു ടെൻറ്റാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമ്മൾ 4 പേരും കിടന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ള പോലെ നമുക്ക് പെട്ടെന്നൊന്നും ഉറക്കമൊന്നും വരില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല എന്താ പറയുക കുറച്ച് നേരമൊക്കെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അന്താക്ഷരിയൊക്കെ കളിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഉറങ്ങിയത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇങ്ങനെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ക്യാമ്പിങ്ങിനൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നത് നമ്മളെ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് നാളത്തെ എൻ്റെ നന്ദുവിൻ്റെ ആഗ്രഹം നമ്മളങ്ങനെ സാധിച്ചു. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള പുതിയ പുതിയ ഡെസ്റ്റിനേഷനും ഇതേപോലെ നല്ല നല്ല ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.